ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്നിപ്പോൾ ഞാനേ ഇന്നത്തെ പണി എന്താണെന്നറിയോ, ചെടി കുറച്ച് എന്താ പറയുക നടാനും, പിന്നെ അതേപോലെ ചെടിച്ചട്ടിയിൽ കുറേ പുല്ലൊക്കെ ആയി കിടക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഞാൻ ചെടിയുമേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ട ചെടിയുമേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നേരിട്ടോ. കാരണം 2-3 ദിവസം ഞാൻ പിന്നെ മുറ്റത്തൊക്കെ നിറച്ചും പുല്ലായിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിക്കോരാനൊക്കെ നിന്ന കാരണം ചെടിമേക്ക് ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ട ചെടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ചെടികളെ കുറച്ച് മാറ്റി നടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ചെടിയൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിലൊക്കെ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ അവിടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെക്കണം. ഇന്നത്തെ പരിപാടി ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീടിൻ്റെ അവിടെ സൈഡിൽ ഇപ്പോൾ ഞാൻ കണ്ടില്ല തറ പോലെ കിടക്കണുണ്ടല്ലോ, അതുവരെ റൂം വരേണ്ടതാണ് കേട്ടോ. പക്ഷേ അതുവരെ റൂം വരാത്ത കാരണം അവിടെ ഒരു ചെറിയ തറ പോലെ കെട്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കെട്ടിയിട്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ഗപ്പിയാളെ അങ്ങനെ വലിയ കുറച്ച് കളർ മീനുകളുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ വളർത്തണമൊക്കെ കരുതി ഇങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവിടെ എപ്പോഴും നല്ല വൃത്തിയിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് കാരണം എന്താ പറയുക, ചെടികൾ തന്നെ വെക്കാൻ നേരം. ചെടികളാകുമ്പോൾ പിന്നെ നമുക്ക് നനച്ചെടുത്താൽ മാത്രം മതിയല്ലോ, വേറെ വൃത്തിയോടൊന്നും ആവില്ല. അപ്പോൾ അവിടെ ചെടികൾ കുറച്ച് നല്ല ചെടികൾ കൊടുന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം മണി പ്ലാന്റും പിന്നെ അതേപോലെ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ വെച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അവർക്ക് നോക്കാത്ത കാരണം അവിടെയൊക്കെ മണ്ണൊക്കെ ആയി ഇലയും ചപ്പും ചവറൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ചട്ടികളൊക്കെ മാറ്റിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ നേരിട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ഒരു 2-3 മാങ്ങ അങ്ങനെ നിൽക്കാനുണ്ടാവില്ലേ, അത് അപ്പുറത്തെ വീട്ടിലത്തെ മാങ്ങ ഞാൻ ഇപ്പുറത്തേക്ക് ആക്കിയത് കേട്ടോ. കാരണം അമ്പാടി ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ടൊന്ന് അത് ഇങ്ങനെ തൊട്ട് വെക്കും. എപ്പോഴാണ് നാവ് പൊട്ടിച്ച് എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് അത് ഇപ്പുറത്തേക്ക് ആക്കിയത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള മാങ്ങ, നല്ല കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താ പറയുക ഇങ്ങോട്ട് മാറ്റി വെച്ച് ചെടിയൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ചൊരു നല്ല വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഒരു ചട്ടി മണ്ണൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ. ഒരു ചട്ടി മണ്ണ് കിട്ടി ചെടി നടാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറേ മണി പ്ലാന്റ് ഞാനൊരു ചട്ടിയിൽ ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഇനി പൈലിക്ക് തന്നെ ഈ കോരിയെടുക്കണ മണ്ണൊക്കെ അയക്കാൻ ഇട്ടെടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ആവശ്യത്തിന് മണ്ണ് പൈന്ന് തന്നെ കിട്ടും കേട്ടോ. കാരണം അത് മണ്ണോടുള്ള വരാൻ കാരണം ചട്ടിയിലുള്ള മണ്ണ് എന്താ പറയുക, അത് നിലത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ ആ ഒട്ടയിൽ കൂടി ഇങ്ങനെ പോയിട്ട് വീണിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ അമ്പാടി ഉണ്ട് കേട്ടോ. അമ്പാടി എന്താ പറയുക, ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. പക്ഷേ കുറച്ച് നേരമൊക്കെ ഉണ്ടാവും കേട്ടോ, പിന്നെ കഴിഞ്ഞാൽ വികൃതിയാവും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ചെടികൾ നടുന്നതും ചെടികൾ വെക്കേണ്ട രീതിയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് അമ്പാടി ഇപ്പോൾ പൈപ്പൊക്കെ തിരിച്ചിട്ട് എൻ്റെ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പോയിന് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ അങ്ങനെ നിന്നു. പിന്നെ അവന് തുടങ്ങിയില്ലേ ഓരോ പണികൾ. അപ്പോൾ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകാൻ പോയത്. പണി തരാമെന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം നിറയ്ക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റാത്ത ചെടികളുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ചെടിയൊക്കെ ആകെ നനച്ച് ചട്ടിയിലൊക്കെ നിറച്ച് വെള്ളമായിട്ട് കിടക്കുന്നുണ്ടോ. ഇനി അതൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞ് ഒക്കെ ഇതാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ പാൻറ്റ് ഷർട്ടൊക്കെ ഞാനിവിടെ ഇറങ്ങാൻ നേരത്തെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ നനച്ചു. പിന്നെ അത് ചെരുപ്പ് കഴുകണു. അതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ പരിപാടി കേട്ടോ. ഇനി ആദ്യക്കെന്ന് ഓനെ എന്താ പറയുക, ഓനെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ മേല് കഴുകിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കിയതാണ്. അപ്പോൾ ഇനി രണ്ടാമത് അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൂനും സോനുവിനും ഈ പണിക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാൻ മാത്രം ഒന്ന് വരും വിളിച്ചാൽ കേട്ടോ. അല്ലാതെ ചെടി നടാനും ചെടി വെക്കാനൊന്നും എനിക്കില്ല. അതിനൊക്കെ അമ്പാടിയായിട്ട് ഉഷാറ്. അമ്പാടി കുറച്ച് നേരമൊക്കെ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ അത് തുടങ്ങും പിന്നെ എന്താ പറയുക ആകെ വെള്ളം കൊണ്ടുള്ള കളി കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓനൊരു പൊറുതിയേടാണ്. ആ പൈപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ചെടികൾ നനയ്ക്കൽ ഭയങ്കര ഉഷാറാട്ടോ. അപ്പോഴേക്കും എൻ്റെ ചെടികളൊക്കെ ഒരു വിധമൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും. കാരണം അമ്മാരും ഒഴിക്കില്ല കേട്ടോ, ചെടികളൊക്കെ ഒഴിക്കുക. അപ്പോൾ അത് ആൾ തറേൻ്റെ മുകളിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെടികൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് സെറ്റാക്കി വരിക കേട്ടോ. അപ്പോൾ കൂടുതലുള്ളത് മണി പ്ലാന്റ് കേട്ടോ ഞാൻ അവിടെ വെച്ചത്. ഞാൻ കുറച്ച് പൈപ്പൊക്കെ കൊടുത്തിട്ട് അതിൽ ചൂടിക്കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് അത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കലുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് അവിടെ നോക്കാത്ത കാരണം കേട്ടോ അപ്പോൾ അങ്ങനെ ആകെ ചപ്പും ചവറായിട്ട് കിടന്നത്. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എന്താ പറയുക, അമ്പാടി ആയാലും അപ്പും സോനൊക്കെ ആയാലും ഓലൊക്കെ ഇടയ്ക്കൊന്ന് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറുന്നതാണ്. അപ്പോൾ ഒരു പേടിയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാലും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണമാണ് ഇപ്പോൾ ഞാൻ അവിടെ ആകെ മണ്ണും പൊടിയൊക്കെ ആയിട്ട് കിടക്കേണ്ടത്. അപ്പോൾ അതാ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതാണ്. ഇനി ചെടികളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ ചെടികളൊക്കെ നട്ടു. പിന്നെ കുറേ ചെടികൾ ഇനി നടാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ.
അപ്പോൾ ഇന്നിപ്പോൾ ഈ ഭാഗം വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കിയിട്ട് വിടണം. പിന്നെ അവിടെ സൈഡ് ഭാഗം ഉണ്ട് കേട്ടോ, കുറേ ചെടികളൊക്കെ നിൽക്കണം. അപ്പോൾ അവിടെ കണ്ടതേപോലെ തന്നെ ചപ്പും ചോറായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതാണെങ്കിൽ ഫുള്ളും ഇലച്ചെടികളായിട്ടൊക്കെ ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇലച്ചെടികൾ കാണുമ്പോൾ നല്ലൊരു ഭംഗി കേട്ടോ, അങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. പിന്നെ പൂക്കളുള്ള ചെടിനോട് കുറവൊന്നുമില്ല കേട്ടോ, ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, കൂടുതൽ ഇഷ്ടമൊക്കെ ഇലച്ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയുക ഇലച്ചെടികളായിട്ടോ കൊടുന്ന് വയ്ക്കാം. ഇത്ര നല്ല ചെടികളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ എൻ്റെ മുറ്റത്ത് ചെടികൾ തന്നെ കേട്ടോ. നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ചെടികളെ കൊണ്ട്, അത്രയും ചെടികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്പാടീനെ പ്രസവത്തിനൊക്കെ പോയ കാരണം എന്താ പറയുക, അവിടെ വീട്ടിൽ കുറേ ദിവസം ഒരു 4-5 മാസമൊക്കെ പോയി നിന്ന കാരണേ എന്താ പറയുക ശ്രദ്ധിക്കാതായിട്ട് ചെടികളൊക്കെ കുറേ പോയിട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ചെടികൾ പോയത്. അല്ലെങ്കിൽ മുറ്റത്ത് കൂടി നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ, അത്രയും ചെടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും കൊണ്ടും. പിന്നെ ഞാൻ കൂടുതൽ എന്താ പറയുക ചെടികൾ എന്താ പറയുക അടുത്ത വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് കൊടുന്ന് അങ്ങനെ വെക്കുന്ന കേട്ടോ. പിന്നെ അയിമന്ന് ഉണ്ടാക്കട്ടെ, ചെറിയൊരു കഷ്ണമൊക്കെ കൊണ്ടുവരിക. പിന്നെ അതുമെന്ന് ഉണ്ടാക്കിയിട്ട് കുറേ ചട്ടികളാക്കും കേട്ടോ, ചട്ടിയിലുണ്ടാക്കും. പിന്നെ കുറേ ഞാൻ ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ കുറേ ചട്ടികൾ ഞാൻ സിമെൻറ്റ് ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ അമ്പാടി എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ നല്ല കുട്ടിയായി. ഇപ്പോൾ പൈപ്പത്തെ വെള്ളമൊക്കെ അവിടെ ഓഫാക്കി ഇപ്പോൾ ഇതാ വന്ന് ഞാൻ ചെടികളൊക്കെ വെക്കണുണ്ട്, ഓനും വെക്കണം. അപ്പോൾ ഞാൻ ചെറിയ ചട്ടികളൊക്കെ പൊട്ടാത്ത ചട്ടികളുണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അങ്ങനത്തെ ചെടികളൊക്കെ അവിടെ വെക്കാൻ വേണ്ടി കൊടുത്തിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, കുറേ ആദ്യമൊന്നും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കട്ടോ, എവിടെ എങ്ങനെ വെക്കണം ചെടികൾ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അത് മാറ്റിയിട്ട് വേറെ മോഡലാക്കിയിട്ട് വെക്കട്ടോ. ഇങ്ങനെ ദിവസം ഇങ്ങനെ മാറും. അപ്പോൾ എല്ലാവരും പറയട്ടോ, എപ്പം നോക്കിയാലും ഈ ചെടിയുടെ ഉള്ളിലാണ്. കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ വെറും ചെടീൻ്റെ ഭ്രാന്തത്തിയാണ് കേട്ടോ. കാരണം അവിടെ അമ്മ ചെടി നടന്നിട്ട് അങ്ങനെ ഇഷ്ടമല്ല തുടങ്ങിയതാണ്. ആദ്യം എനിക്ക് ചെടീനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, ചെടി നടുവോ ചെടി നോക്കുകയോ ഒന്നും ചെയ്തേനെ കേട്ടോ. ഇപ്പോൾ ചെടി എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. ഞാൻ രാവിലെ നീച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉമ്മർത്ത് വന്നിരുന്ന് കുറച്ച് നേരം എൻ്റെ ചെടികളൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ഞാൻ പിന്നെ അടുക്കളയ്ക്ക് ഒന്ന് പോകുള്ളൂ കേട്ടോ. ഇപ്പോഴേക്ക് ചെടിയാഴ്ച ജീവനാണ്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചെടിയുമ്മയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കണ വരെ വൈകുന്നേരം ഒരു 6 മണി 6:30 വരെയൊക്കെ ഞാൻ ചെടിയുമ്മയ്ക്ക് ഇങ്ങനെ ചെടീൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഓട്ടും. കാരണം ചെടിക്ക് വെള്ളം നനച്ചിട്ടും അതിൻ്റെ പുല്ല് പറിച്ച് കളഞ്ഞിട്ടും പിന്നെ അതുപോലെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടൊക്കെ ഓട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.